ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു രാജ്മ മസാലയും ജീര റൈസുമാണ് ഉണ്ടാക്കുന്നത്. രാജ്മ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് അതൊരു കുക്കറിലിട്ട് വേവിക്കണം. അതിനായിട്ട് അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടി ചേർക്കണം. കാരണം ഈ രാജ്മയിൽ മുളക് പിടിക്കാനായിട്ട് പാടാണ്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി അതിലേക്ക് ചേർക്കണം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വേകാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് രാജ്മ കുക്കറിൽ വേവിച്ചെടുക്കണം. കുതിർന്ന രാജ്മ ആയതുകൊണ്ട് ഒരു 3 വിസിലൊക്കെ കേൾക്കുമ്പം തന്നെ രാജ്മ വേകാറുണ്ട്. രാജ്മ അപ്പുറത്തെ അടുപ്പയിൽ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ജീര റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ബസ്മതി അരി നേരത്തെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. റൈസ് ഒന്ന് തണുത്തിട്ടുണ്ട്. ആ സമയം അടുപ്പയിൽ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ജീരകം, നല്ല ജീരകം ഇട്ട് അതുപോലെ ഹോൾ സ്പൈസസും ഇട്ട് എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിക്കാം. അത് നന്നായിട്ട് പൊട്ടി വന്നപ്പം വേവിച്ച് വെച്ചിരുന്ന ചോറിട്ട് ഒന്ന് പതിയനെ ഇളക്കി. അത് തീ മീഡിയത്തിലോ ലോയിലോ അല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. വെച്ച് പതിയനെ ആ ചോറ് അതിലേക്കിട്ട് എല്ലാം ഒന്ന് ഇളക്കി അതിലേക്ക് ആ ജീരകത്തിൻ്റെ രുചിയൊക്കെ ഒന്ന് വരത്തക്ക രീതിയിൽ എല്ലാം യോജിപ്പിച്ച് മല്ലിയിലയും ചേർത്ത് വാങ്ങാം. ഒന്നിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം, അതല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം. ചോറിൻ്റെ ഉപ്പ് നോക്കണം. ഞാൻ കറക്റ്റായിട്ട് ഉപ്പിട്ടാണ് ചോറ് വേവിച്ച് മാറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഉപ്പ് ചേർക്കേണ്ടി വന്നില്ല. ഇനി നമുക്ക് രാജ്മ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്കും ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തു. അതിനുശേഷം കുറച്ച് എണ്ണയും ഒഴിച്ച് കൂട്ടാൻ ഒരു നിറവും ഒരു കൊഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 നമ്മുടെ പിരിയമുളക് ചേർത്തു. അതും ചേർത്ത് ഒന്ന് ഇളക്കി ഇനി തക്കാളിയും ആ മുളകും ഒക്കെ ഒന്ന് വേകാനായിട്ട് ചെറുതീയിൽ അടച്ചു വെച്ചു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി അതെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. അതിനുശേഷം വീണ്ടും ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു. എന്നിട്ട് അരച്ചു കൊണ്ടുവന്ന ആ തക്കാളിയുടെ പേസ്റ്റ്, തക്കാളിയും മുളകും ഇഞ്ചിയും പിന്നെ ഹോൾ സ്പൈസസ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച ആ പേസ്റ്റും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി ചെറുതീയിൽ ഇളക്കി ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഈ അരപ്പ് നന്നായിട്ട് വേകണം. അത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കൂട്ടാൻ നല്ലൊരു രുചി കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയും കൂടെ ചേർക്കാം. ഞാൻ ചേർത്തില്ല, കാരണം നമ്മൾ രാജ്മ വേവിക്കാൻ വെച്ചപ്പോഴും പിന്നെ നമ്മുടെ ഈ അരപ്പിനകത്തും ഒക്കെ ഹോൾ സ്പൈസസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അതിനുശേഷം ഇതും എല്ലാം നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് കസൂരി മേത്തിയും കൂടെ അതിനകത്തേക്ക് ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് വഴന്ന് ഈ അരപ്പ് നന്നായിട്ട് മൂക്കണം. എന്ന് പറഞ്ഞാൽ കരിയരുത്. ചെറുതീയിലിട്ടിട്ട് ഇതിൽ നിന്ന് നന്നായിട്ട് എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വരണം. ആ സമയം വേവിച്ച് വെച്ചിരുന്ന രാജ്മ ഈ അരപ്പിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഈ മസാലയെല്ലാം ഈ രാജ്മയിലേക്ക് യോജിക്കാൻ വേണ്ടി ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി വെന്ത രാജ്മയാണെങ്കിലും ഈ രാജ്മയ്ക്കൊരു ദോഷമുണ്ട്. അതായത് രാജ്മയിലേക്ക് മസാലകൾ പിടിക്കാൻ വളരെ താമസമാണ്. അതുകൊണ്ട് ചെറുതീയിൽ വെച്ചിട്ട് വേണം വീണ്ടും ഇത് കൂട്ടാൻ നമ്മുടെ ആവശ്യത്തിനുള്ള ചാറിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്. അപ്പോഴേക്കും ഈ രാജ്മയിൽ ഇത് നന്നായിട്ട്
പിടിച്ചിരിക്കും ഈ മുളകും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു ചാറാകുമ്പോഴേക്കും അതിലേക്ക് മല്ലിയിലയും ചേർത്ത് നമുക്ക് വിളമ്പാം. വളരെ നല്ല രുചിയുള്ള ഒരു രാജ്മ കൂട്ടാനാണിത്. ഇതും ജീര റൈസും നല്ല കോമ്പിനേഷനാണ്. ആ കൂട്ടത്തിൽ ഒരു പുതിന ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. പയറ് കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. നല്ല രുചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഹരേ കൃഷ്ണ.